മൈ യൂട്യൂബ് ചാനൽ. അതെ, നമുക്കപ്പോൾ ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ മീൻ കാണാം. ഇതാ നല്ല അടിപൊളി കൂന്തലാണ് ഇന്ന് കിട്ടിയേക്കണത്. കൂന്തലും ചൂര ഞാൻ കട്ട് ചെയ്ത് തന്നെ മേടിച്ച്. നമ്മൾ കട്ട് ചെയ്താൽ ശരിയാവില്ല. ഒന്നും കൂടി ക്ലീൻ ചെയ്ത് ചെറുതാക്കി എടുക്കണം ഒന്നും കൂടി. അപ്പോൾ ചൂരയും കൂന്തലുമാണ് ഇന്നത്തെ സ്പെഷ്യലി. കൂന്തൽ എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിക്കണേ. ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കണോ അല്ലെങ്കിൽ ഇത് കറി വെക്കണമെന്ന്. ചൂരയാകുമ്പോൾ മക്കൾക്ക് ഇഷ്ടമാണ്. അധികം മുള്ളില്ലാത്ത മീനല്ലേ, അപ്പോൾ അവർ ചോറ് തിന്നോളും. ഞാൻ ചൂര വറുക്കാമെന്ന് വിചാരിക്കണം. ചൂര വറുക്കാം, കൂന്തൽ റോസ്റ്റും ചെയ്യാം. ഇത് ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാക്കി എടുക്കട്ടെ, ക്ലീൻ ചെയ്ത് വെക്കട്ടെ. ഫ്രിഡ്ജിലോട്ട് വെക്കാനാണെങ്കിലും ക്ലീൻ ചെയ്ത് വെക്കണതാണ് നല്ലത്. അപ്പോൾ ഓക്കേ, കൂന്തലാണേ. ഉണ്ടാ നല്ല നീളമുള്ള കൂന്തല. ഇതിന് ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നോ, ഇതിൻ്റെ ഈ തല നല്ല സൂപ്പറാണ്. പക്ഷേ ഇതിനേലും ടേസ്റ്റ് ഈ തലക്കാണ്. കറി വെച്ചാലും റോസ്റ്റ് ചെയ്താലാണ് ഈ തലയാണ് തപ്പണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്ര പേർക്ക് കൂന്തലിൻ്റെ തല ഇഷ്ടമാണ്. സൂപ്പർ. അപ്പോൾ ഓക്കെ, ഇത് ക്ലീൻ ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഇതാ നല്ല അടിപൊളി കൂന്തലാണ് ഇന്ന് കിട്ടിയേക്കണത്. കൂന്തലും ചൂര ഞാൻ കട്ട് ചെയ്ത് തന്നെ മേടിച്ച്. നമ്മൾ കട്ട് ചെയ്താൽ ശരിയാവില്ല. ഒന്നും കൂടി ക്ലീൻ ചെയ്ത് ചെറുതാക്കി എടുക്കണം ഒന്നും കൂടി. അപ്പോൾ ചൂരയും കൂന്തലുമാണ് ഇന്നത്തെ സ്പെഷ്യലി. കൂന്തൽ എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിക്കണേ. ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കണോ അല്ലെങ്കിൽ ഇത് കറി വെക്കണമെന്ന്. ചൂരയാകുമ്പോൾ മക്കൾക്ക് ഇഷ്ടമാണ്. അധികം മുള്ളില്ലാത്ത മീനല്ലേ, അപ്പോൾ അവർ ചോറ് തിന്നോളും. ഞാൻ ചൂര വറുക്കാമെന്ന് വിചാരിക്കണം. ചൂര വറുക്കാം, കൂന്തൽ റോസ്റ്റും ചെയ്യാം. ഇത് ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാക്കി എടുക്കട്ടെ, ക്ലീൻ ചെയ്ത് വെക്കട്ടെ. ഫ്രിഡ്ജിലോട്ട് വെക്കാനാണെങ്കിലും ക്ലീൻ ചെയ്ത് വെക്കണതാണ് നല്ലത്. അപ്പോൾ ഓക്കേ.